നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരുന്ന മാർച്ച് 3-ാം തീയതിയാണ് ആറ്റുകാൽ പൊങ്കാല വരുന്നത്. ആറ്റുകാൽ അമ്മയുടെ അനന്തമായിട്ടുള്ള അനുഗ്രഹത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരിക്കലും യാദൃശ്ചികമല്ല. അമ്മയുടെ തീരുമാനം കൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കാരണം അമ്മ നിങ്ങളെ പൊങ്കാലയിടാൻ വിളിക്കുന്നു എന്നതാണ് സത്യം. അതെ, ഈ വർഷം വരുന്ന ആറ്റുകാൽ പൊങ്കാല നിങ്ങളുടെ ജീവിതത്തിൽ സാധാരണ ഒരു പൊങ്കാലയല്ല. ഒരു മാറ്റത്തിൻ്റെ തുടക്കമാകാം, ഒരു അനുഗ്രഹത്തിൻ്റെ തുടക്കമാകാം, ഒരു അത്ഭുതത്തിൻ്റെ തുടക്കമാകാം. ഇന്നിവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 3 ചിത്രങ്ങൾ കാണിച്ചിരിക്കുന്നുണ്ട്. ഈ ഒരു 3 ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പൊങ്കാലയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ ഈ ഒരു പൊങ്കാല ഇടാനായിട്ട് അമ്മ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ അമ്മയുടെ ആ ഒരു അനുഗ്രഹം പൂർണ്ണമായിട്ടും ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആറ്റുകാൽ അമ്മ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു തൊടുകുറിയിലൂടെ നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സാധിക്കുന്നവരാണെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി അവിടെ പ്രാർത്ഥിച്ച് അവിടെ നിങ്ങൾ പൊങ്കാല അർപ്പിക്കുക. ഇനി അതിന് സാധിക്കാത്തവർക്ക് എല്ലാവർക്കും ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനും ആ ഒരു സമയത്ത് അവിടെ പൊങ്കാല അർപ്പിക്കാനും സാധിച്ചു എന്ന് വരില്ല. ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെയുള്ള സമയമായിരിക്കും. കുട്ടികളെയൊക്കെ എടുത്തു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകാം, അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. എല്ലാവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. എന്നിരുന്നാലും ഒരുപാട് ആളുകൾ ആ ഒരു ദിവസം അവിടെ എത്തിച്ചേരാറുണ്ട്. ഇനി നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിലും അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം കിട്ടുന്ന രീതിയിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പൊങ്കാല ഇടാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, വീട്ടിൽ പൊങ്കാല ഇടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തൊടുകുറി വീഡിയോയിൽ ഇതിൽ നിന്നും നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കാനായിട്ട് കണ്ണുകൾ അടച്ച് ആറ്റുകാൽ അമ്മയെ പ്രാർത്ഥിക്കുക. ആറ്റുകാൽ അമ്മേ, എനിക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സന്ദേശം ഈ ഒരു വീഡിയോയിലൂടെ എന്നിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഇതിൽ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങളുടെ മനസ്സിന് ഒരു ചിത്രത്തോട് ഒരു പ്രത്യേക താല്പര്യം തോന്നും. ആ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം ശാന്തമായിട്ട് ഒട്ടും തിടുക്കമില്ലാതെ തിരഞ്ഞെടുക്കുക. 100% ഉറപ്പായിട്ടും അമ്മയുടെ ആ ഒരു സന്ദേശം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആറ്റുകാൽ അമ്മയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും അമ്മയെ രക്ഷിക്കണമേ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ആറ്റുകാൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1-ാം നമ്പർ ചിത്രമാണെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് സാധാരണ ഒരു തിരഞ്ഞെടുപ്പല്ല. ഇത് വളരെ ശക്തമായ ഒരു തിരഞ്ഞെടുപ്പാണ്. കാരണം ഈ ചിത്രം തിരഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് ദൈവിക ശക്തിയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അമ്മ നൽകുന്ന സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. 1-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിലെ ഒരു വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ്. പുറമേ നിങ്ങൾ ചിരിക്കുന്നുണ്ടാകും, പക്ഷേ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നു എന്നതാണ് സത്യം. നിങ്ങൾ പല കാര്യങ്ങളും സഹിച്ചു. പലപ്പോഴും നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ആരോടും പറയാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് സഹിക്കുന്ന ആളാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ വേദന ദൈവം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വളരെ കൂടുതലാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ വൈകിയാണ് നടക്കുന്നത്. ചിലത് നടക്കാതെയും പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും ഒരു ശിക്ഷയല്ല, ഇത് ഒരു തയ്യാറെടുപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റത്തിന് മുൻപുള്ള ഒരു പരീക്ഷണ ഘട്ടമാണ്.
അമ്മ നിങ്ങളോട് പറയുന്ന ഒരു പ്രത്യേക സന്ദേശമുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ ഒറ്റയാളല്ല. ദൈവിക ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യം അത് നടക്കാൻ പോവുകയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ്. 1-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവ് മാറ്റങ്ങളാണ് കടന്നു വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഏറെ നാളായിട്ട് അനുഭവിച്ചിരുന്ന മാനസിക വിഷമം വളരെ വേഗം കുറയും. തടസ്സങ്ങൾ മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ തടസ്സം, അതായത് ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ പ്രശ്നം, അത് അപ്രതീക്ഷിതമായിട്ട് മാറും എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച ഒരു വലിയ ആഗ്രഹമുണ്ടല്ലോ, അത് സഫലമാകും. നിങ്ങളുടെ ഭാഗ്യം വളരെ പതിയെയാണെങ്കിലും തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മുന്നേറ്റം കാണാനായിട്ട് കഴിയും. പണം സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം അത് പരിഹരിക്കപ്പെടും. പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. കുടുംബത്തിലുണ്ടായിരുന്ന ഒരു വിഷമം അത് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾ നിങ്ങളുടെ വില മനസ്സിലാക്കും. ബന്ധങ്ങളിൽ സമാധാനം വരും. അമ്മ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. വിശ്വാസം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സംശയം വേണ്ട, നിങ്ങളുടെ പ്രാർത്ഥന തുടരുക. നിത്യവും നിങ്ങൾ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക. ഭയം ഒഴിവാക്കുക. അടുത്ത 3 മുതൽ 6 മാസങ്ങളിൽ ഒരു നല്ല വാർത്ത നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും. ഒരു പുതിയ അവസരം നിങ്ങളെ തേടിയെത്തും. ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വരും. നിങ്ങൾക്ക് വളരെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം, അമ്മയുടെ വളരെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹമുണ്ട്. നിങ്ങൾ ഏറെ കഷ്ടപ്പെട്ടതിനാൽ തന്നെ നിങ്ങളുടെ സമയം ഇപ്പോൾ വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം പതിയെ മാറിത്തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ നല്ലത് നടക്കുന്നു, ദൈവം എന്നോടൊപ്പം തന്നെയുണ്ട്, എൻ്റെ തടസ്സങ്ങൾ മാറുന്നു, എൻ്റെ സമയം വരുന്നു. 1-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് അമ്മ പറയുന്ന അവസാന സന്ദേശം ഇതാണ്: നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു, നിന്റെ സമയം വരുന്നു. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. കണ്ണുകൾ അടച്ചുകൊണ്ട് എനിക്ക് നൽകുന്ന അനുഗ്രഹത്തിന് നന്ദി എന്ന് പറയുക. എൻ്റെ ജീവിതം നന്മയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ തുടക്കമാണ്. അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകട്ടെ. എല്ലാ വരങ്ങളും നൽകാനായിട്ട്, അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നൽകാനായിട്ട് അമ്മ കാത്തിരിക്കുന്നുണ്ട്. ആറ്റുകാൽ പൊങ്കാല ദിവസം ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കാൻ സാധിച്ചാൽ ഏറ്റവും ക്ഷേമമാണ്. ഇനി അതിന് സാധിക്കാത്തവർ വീട്ടിൽ തന്നെ പൊങ്കാല അർപ്പിക്കുക. അമ്മയുടെ വാക്കുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ അമ്മയെ രക്ഷിക്കണമേ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആറ്റുകാൽ അമ്മേ ശരണം. ഇത്രയും കാര്യങ്ങളാണ് 1-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 2-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ 2-ാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഇത് നിങ്ങളുടെ യാദൃശ്ചികമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പല്ല. ദേവി തന്നെയാണ്, അമ്മ തന്നെയാണ് നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഒരു ദൈവിക മാർഗനിർദ്ദേശമാണിത്. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റം അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ദൈവിക ശക്തി നിങ്ങളെക്കുറിച്ച് പറയുന്ന സന്ദേശമാണ് ഇവിടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക. 2-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ജീവിതത്തിലെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട ആളുകളാണ്. നിങ്ങൾ ചെയ്ത പരിശ്രമത്തിന് അർഹിച്ച ഫലം ലഭിച്ചില്ല എന്നൊരു തോന്നൽ ഇപ്പോഴും നിങ്ങളിലുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ തടസ്സങ്ങൾ എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് സഹിച്ചു, ഒരുപാട് കാത്തിരുന്നു, ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: നിങ്ങളുടെ പ്രാർത്ഥന വെറുതെ ആയിട്ടില്ല. കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നിരാശകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഉള്ളിൽ കരഞ്ഞ സമയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ പുറത്ത് കാണിച്ചില്ല എന്നതാണ് സത്യം. പണം സംബന്ധമായിട്ടുള്ള വിഷമങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ, കടബാധ്യതകൾ, ഇതൊക്കെയും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ച ചിലർ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ശക്തനാക്കാനായിരുന്നു. ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്ന ഒരു പ്രധാന സന്ദേശമുണ്ട്: നിന്റെ കഷ്ടപ്പാടുകൾ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്.
അതെ, നിങ്ങളുടെ ജീവിതത്തിലെ കഠിനകാലം അവസാന ഘട്ടത്തിലാണ്. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ആ ഒരു മാറ്റം വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. രണ്ടാം ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ വളരെ വലിയ അനുഗ്രഹങ്ങൾ വരും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള മാറ്റം വരും. ഒരു പുതിയ ഇൻകം സോഴ്സ് നിങ്ങളെ തേടിയെത്തും. പുതിയ ജോലി അവസരം നിങ്ങളെ തേടിയെത്താം. ബിസിനസ് നടത്തുന്നവരാണ് എങ്കിൽ 100% ഉറപ്പായിട്ടും ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും. നിങ്ങളുടെ കടബാധ്യതകൾ പതിയെ കുറഞ്ഞു വരും. നിങ്ങളുടെ ജീവിതം പതിയെ സെറ്റിലാകും. അസ്ഥിരത മാറും. നിങ്ങളുടെ ഭാഗ്യം തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരം ലഭിക്കും. ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ പുരോഗതി കാണാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബന്ധപ്രശ്നം പരിഹരിക്കപ്പെടും. അതായത് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ സമാധാനം കടന്നു വരും. നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവർ നിങ്ങളെ തിരിച്ചറിയും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയുമാണ്. ദൈവം നിങ്ങളോട് പറയുന്ന പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ക്ഷമ പാലിക്കുക എന്നതാണ്. നിങ്ങളുടെ സമയം അടുത്താണ്. ഒരിക്കലും അവസരപ്പെടരുത്. പ്രാർത്ഥന തുടരുക. ദിവസവും ദൈവത്തെ സ്മരിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കുക. നന്ദി മനോഭാവം വച്ചു പുലർത്തുക. അതായത് ലഭിച്ചതിന് എപ്പോഴും നന്ദി പറയുക. അടുത്ത 6 മാസങ്ങളിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. സാമ്പത്തിക പുരോഗതി ഉണ്ടാകാം. നല്ല വാർത്ത കേൾക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും. ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് പ്രത്യേക അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്പം വൈകിയെങ്കിലും നടന്നു കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണമുണ്ട്. വിശ്വാസത്തോടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആറ്റുകാൽ ടെമ്പിൾ പോലുള്ള ശക്തമായ ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ഈ ഒരു പൊങ്കാല ദിവസം അമ്മ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അന്നേ ദിവസം അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക. ക്ഷേത്രത്തിൽ പോയി അർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ വീട്ടിൽ പൊങ്കാല അർപ്പിക്കാവുന്നതാണ്. ഇനി അതിനും കഴിയുന്നില്ല എങ്കിൽ ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുൻപേ ആറ്റുകാൽ അമ്മയെ പോയി കാണാനായിട്ടൊന്ന് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുക, എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി വരുന്നു, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നു, ദൈവം എന്നെ നയിക്കുന്നു, എൻ്റെ ജീവിതം നന്മയിലേക്ക് മാറുന്നു, എനിക്ക് വിജയം ഉറപ്പാണ്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ദൈവം പറയുന്ന അവസാന സന്ദേശം ഇങ്ങനെയാണ്: നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിന്റെ സമയം വരുന്നു. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. കണ്ണുകൾ അടയ്ക്കുക, ശാന്തമായിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കണമേ, എനിക്ക് സമൃദ്ധി നൽകണമേ, എൻ്റെ ജീവിതം നന്മയിലേക്ക് നയിക്കണമേ. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതിയുടെ തുടക്കമാണ്. അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകട്ടെ. അമ്മയിൽ വിശ്വസിക്കുന്ന, അമ്മയുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഓരോരുത്തരും ആറ്റുകാൽ അമ്മയെ രക്ഷിക്കണമേ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്കുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദൈവിക ശക്തി നിങ്ങളെക്കുറിച്ച് പറയുന്ന സന്ദേശങ്ങളാണ് ഇനി പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ വക്കിലാണ്. നിങ്ങൾ ഏറെ നാളായിട്ട് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പഴയ ജീവിതത്തിൽ പല വേദനകളും നിരാശകളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ആ കഠിനഘട്ടം ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ നിങ്ങളെ ഉള്ളിൽ നിന്ന് മാറ്റി. പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നി. ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നി. നിങ്ങളുടെ സഹനശക്തി പരീക്ഷിച്ച സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അനുഭവങ്ങളെല്ലാം നിങ്ങളെ ശക്തനാക്കാനായിരുന്നു. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ദൈവം പറയുന്ന സന്ദേശം ഇങ്ങനെയാണ്:
നിന്റെ ജീവിതത്തിൽ പുതിയ അധ്യായം ആരംഭിക്കുന്നു. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരികയാണ്. പഴയ പ്രശ്നങ്ങൾ അവസാനിക്കും. പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും. 3-ാം ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടാകും. നിങ്ങളുടെ ജീവിതം മികച്ച ദിശയിലേക്ക് പോകും. കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കും. സന്തോഷം കൂടും. ദൈവിക അനുഗ്രഹം വ്യക്തമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്ഥിരത കൈവരും. പുതിയ അവസരങ്ങൾ, പുതിയ വരുമാന മാർഗങ്ങൾ, അപ്രതീക്ഷിത ഭാഗ്യം, ഇതൊക്കെയും വരും. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു നല്ല അവസരം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സമാധാനവും വർദ്ധിക്കും. ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ദൂരങ്ങൾ കുറയും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സന്തോഷം വരും. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു ആത്മീയ ഉണർവുണ്ടാകാം. ദൈവത്തിൽ വിശ്വാസം വർദ്ധിക്കും. പ്രാർത്ഥനയിൽ കൂടുതൽ സമാധാനം അനുഭവിക്കും. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും വന്നു ചേരും. അമ്മ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇനി ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയിട്ട് പൊങ്കാലയിടാൻ സാധിക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പൊങ്കാല അർപ്പിക്കാവുന്നതാണ്. നിർബന്ധമായിട്ടും പൊങ്കാല അർപ്പിക്കാനാണ് നിങ്ങളോട് ദേവി പറയുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായി ജീവിതത്തിലെ എല്ലാ സുഖസന്തോഷങ്ങളും അനുഭവിക്കാനുള്ള യോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ദൈവം നിങ്ങളോട് പറയുന്ന നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ്. പഴയത് വിട്ടുകളയുക. പഴയ വേദനകൾ പിടിച്ചു നിൽക്കരുത്. പുതിയ തുടക്കം സ്വീകരിക്കുക. ജീവിതത്തിലെ മാറ്റങ്ങൾ സ്വീകരിക്കുക. പ്രാർത്ഥനയും വിശ്വാസവും തുടരുക. ദിവസവും ദൈവത്തെ സ്മരിക്കുക. നല്ല ചിന്തകൾ മാത്രം നിലനിർത്തുക. അടുത്ത 3 മുതൽ 6 മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ജീവിതത്തിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാകും. പുതിയ അവസരം നിങ്ങളെ തേടിയെത്തും. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കും. ജീവിതത്തിൽ പുതിയ ദിശ കണ്ടെത്താനാകും. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അനുഗ്രഹം വരാനിരിക്കുകയാണ്. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുക, എൻ്റെ ജീവിതത്തിൽ പുതിയ തുടക്കം വരുന്നു. ദൈവം എന്നെ നയിക്കുന്നു. എൻ്റെ ജീവിതം സന്തോഷത്തിലേക്ക് മാറുന്നു. എൻ്റെ ജീവിതത്തിൽ സമാധാനം വരുന്നു. എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നു. 3-ാം ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ദൈവം പറയുന്ന അവസാന സന്ദേശം ഇതാണ്. നിന്റെ ജീവിതം മാറുകയാണ്. നിനക്ക് പുതിയ വഴി തുറക്കുന്നു. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. കണ്ണുകൾ അടയ്ക്കുക. എൻ്റെ ജീവിതത്തിൽ പുതിയ തുടക്കം നൽകണമേ. എൻ്റെ ജീവിതം നന്മയിലേക്ക് നയിക്കണമേ. എനിക്ക് സമാധാനവും സന്തോഷവും നൽകണമേ. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാണ്. അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ആറ്റുകാൽ അമ്മയുടെ സ്മരണയോടെ ആറ്റുകാൽ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആറ്റുകാൽ അമ്മയെ രക്ഷിക്കണമേ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ പറഞ്ഞിരിക്കുന്ന ആളുകളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റത്തിനായിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് 3-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.